മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ റെഡ്മി K20 പ്രോയുടെ ലോഞ്ചിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പെട്ടെന്ന് സാധിച്ചില്ല. കാരണം പനിയടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ഇന്നത്തെ ഒരാഴ്ചയായി ഫോൺ റിലീസായിട്ട്. ഇപ്പോൾ അസുഖമൊക്കെ മാറി. നമ്മളിനി എന്തായാലും K20 പ്രോനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇനി കുറച്ച് പ്രൊഡക്ഷനിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തി ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ ആളുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ആ വീഡിയോകൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചാനലിനെ മാറ്റിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. നമുക്ക് K20 പ്രോവിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പരിശോധിക്കാം. ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന രൂപത്തിലാണ് റെഡ്മി K20 പ്രോ വിപണിയിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന ഫോണുകളിൽ OnePlus 7 Pro അല്ലെങ്കിൽ ഐഫോൺ, സാംസങ് ഗാലക്സി ആ ഫോണുകളെ ഒന്നും ഈ ഒരു എന്താ പറയുക സെയിൽസിനെ ഒന്നും ഒരിക്കലും ഇത് ബാധിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാവുന്നതാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി എന്തായാലും ടെസ്റ്റ് ചെയ്യേണ്ടത്. തുറന്നേക്കാം. ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ റെഡ്മി K20 പ്രോ Qualcomm സ്നാപ്ഡ്രാഗൺ 855 പ്രോസസ്സറാണ്. 48 MP ആയി റിയർ ക്യാമറയോട് കൂടിയിട്ടുള്ളതാണ്. ഇതും പോപ്പപ്പ് ക്യാമറയാണ്. 20 MB പോപ്പപ്പ് ക്യാമറ. ആമോ LED ഡിസ്പ്ലേ, കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. കാരണം ഒട്ടും ഹെൽത്ത് സമ്മതിക്കാത്തത് കൊണ്ടാണ് നമ്മൾ താമസിച്ചു പോയത്. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബ്ലാക്ക് കേസാണ്. ദെൻ അതേപോലെ തന്നെ ഇതാണ് മൊബൈൽ ഫോൺ. ഓക്കെ. ദെൻ USB ചാർജിങ് പോർഷൻ, USB കേബിൾ, ഇത്രയും സാധനങ്ങളാണ് ബോക്സിലുള്ളത്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറാണ്. അതെനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു പാറ്റേൺ ഡിസൈൻ നിങ്ങളൊരു പക്ഷേ കാണുന്നുണ്ടാകാം. ഒരു ചെറിയൊരു ലൈൻ എഫക്ട്സോട് കൂടിയിട്ടുള്ളൊരു പാറ്റേൺ ഡിസൈനും കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ബട്ട് എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു ഡിസൈനിനെ OnePlus 7 പ്രോയുടെ ഡിസൈനുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പറയേണ്ടത് 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. USB-C ടൈപ്പാണ് ഇതിൻ്റെ ചാർജിങ്. 3 ക്യാമറകളാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇവിടെ ഒരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. ഡ്യുവൽ LED ഫ്ലാഷാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സ്ക്രീൻ റെസൊല്യൂഷൻ, അതേപോലെ തന്നെ ഡിസ്പ്ലേ പെർഫോമൻസ്, ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിനി നോക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു കമ്പനി ഇത് ഇറക്കിയിരിക്കുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന ഒരു സെഗ്മെൻറ്റിൽ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ടും OnePlus 7 പ്രോവിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ വിലയുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ നല്ല ഒരു ഡിസ്പ്ലേ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. സൂപ്പർ ആമോ LED ആണ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. 6.3 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സൈസ്. ഡയമെൻഷൻ പറയുകയാണെങ്കിൽ 156.7 × 74.3 mm ആണ് ഇതിൻ്റെ ഡയമെൻഷൻ. ഈ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 66% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എന്താ പറയുക ഫുൾ നമ്മൾ കാണുമ്പോൾ തന്നെ ബോഡിയിൽ ഫുൾ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ക്രീനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ അത് വളരെ നന്നായിട്ട് തന്നെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം OnePlus 7 പ്രോയിൽ ആ ഒരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിലിടുമ്പോൾ എന്തെങ്കിലും കോയിൻസൊക്കെ ഉള്ളത് കൊണ്ട് OnePlus 7 പ്രോയിൽ ഒരു സ്ക്രീനിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ക്രാച്ചസ് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. കാരണം കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൽ ഉള്ളത് തന്നെയാണ്. 1080 × 2340 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. HDR ആണ്. ആൻഡ്രോയിഡിൻ്റെ 9 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് ഈ ഒരു ഫോണ് 3 വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 8GB 256GB, അതേപോലെ തന്നെ 6GB 128GB, പിന്നെ 8GB 128GBയുടെയും ഉണ്ട്, പിന്നെ 6GB 64GB. അങ്ങനെ 3 വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്യാമറയിൽ തന്നെയാണ്. കാരണം ഞാൻ ഈ ഫോൺ ഓൺ ചെയ്ത് വന്നപ്പോൾ തന്നെ 1-2 ഫോട്ടോസൊക്കെ എടുക്കുകയുണ്ടായി. ആ ഫോട്ടോ എടുത്തതിൽ എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ അകത്ത് 3 ക്യാമറകളാണ് ഉള്ളത് ബാക്കിൽ തന്നെ. ഒന്ന് 48 MB ഒരു ക്യാമറയുണ്ട്, ഒന്ന് 8 MB, ഒന്ന് 13 MB, ഇങ്ങനെ 3 ക്യാമറകളാണുള്ളത്. പക്ഷേ ക്യാമറ പെർഫോമൻസ് നമ്മൾ പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിലൊരു ക്വാളിറ്റി തന്നെയാണ്. കാരണം OnePlus 7 Proയിൽ ഒരു പക്ഷേ ഇത്രയും ഒരു ഇമേജിങ് ക്വാളിറ്റി ഇല്ലായിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം തന്നെയാണ്. സോ വൈഡ് ആംഗിൾ മോഡിലേക്കൊക്കെ തന്നെ ഈ ഒരു ഫോട്ടോ കണ്ടോ, ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഒരു ക്ലോസ് ആയിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ വൈഡ് ആംഗിൾ മോഡിലേക്ക് സ്വിച്ച് ചെയ്തെടുത്ത ഒരു ഫോട്ടോയാണ്. അത്യാവശ്യം നല്ല ഒരു വൈഡ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദെൻ ഇതൊരു 13 MB അൾട്രാ വൈഡിലെടുത്ത ഫോട്ടോയാണ്. ഇമേജിങ് ക്വാളിറ്റി ഒരു പക്ക പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. സാധാരണ കേസിൽ നമ്മൾ ഈ സൂം ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഇമേജിങ്ങിൽ ഒരു പൊട്ടലൊക്കെ കാണാൻ സാധിക്കുന്നത്, പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു എഫക്റ്റ് വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു മൊബൈൽ ഫോൺ ആണ് എന്നുണ്ടെങ്കിൽ പോലും എടുക്കുന്ന ഫോട്ടോകൾ കാണുന്നത് ആ ഒരു സ്ക്രീനിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ മറ്റു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയപ്പോഴും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും K20 Pro ഫോട്ടോയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, മൊബൈൽ ഫോട്ടോസിലൊക്കെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് K20 Pro എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറയേണ്ടത് പോപ്പപ്പ് ക്യാമറയെക്കുറിച്ചാണ്. ഞാൻ പോപ്പപ്പ് ക്യാമറയെക്കുറിച്ച് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മോട്ടർ മെക്കാനിസമാണ്. അതിലൊരു പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. K20 Proവിനെ കുറിച്ച് പറയുമ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് ഇത് ഓപ്പൺ ചെയ്ത് വരാൻ 0.8 സെക്കൻഡ്സിൽ താഴെ സമയമാണ് ആവശ്യമായിട്ടുള്ളത്. കമ്പനി ഒരു ദിവസം 100 ടൈംസ് വരെ ടെസ്റ്റ് ചെയ്തതാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്നും കമ്പനി പറയുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും അത് എത്രമാത്രം ഡ്യൂറബിലിറ്റി അതിനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പോപ്പപ്പ് ക്യാമറയുടെ കാലഘട്ടമാണ്. എല്ലാ ഫോണുകളും ഇപ്പോൾ പോപ്പപ്പ് ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് വീഡിയോയെക്കുറിച്ചാണ്. വീഡിയോയിൽ തന്നെ നമുക്ക് സ്ലോ മോഷനിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് സെറ്റിങ്സിൽ നോക്കാം. 4K റെസൊല്യൂഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അൾട്രാ HD 60 ഫ്രെയിം/സെക്കൻഡ്സിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് നല്ലൊരു അനുഭവം തന്നെയാണ്. കാരണം സാധാരണ കേസിൽ 3 ക്യാമറകളിലും ഒരുപക്ഷെ ഈ ഒരു റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 48 MB എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. 48 MBയിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു മോഡിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്ന, അതും നമുക്ക് 48 MB ആണെന്നെങ്കിൽ പോലും അതും നമുക്ക് 4K റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനൊരു ഫോട്ടോ നൈറ്റ് മോഡിൽ എടുത്ത ഒരു ഫോട്ടോയാണ്. ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് വളരെ ചെറിയ ഒരു ലൈറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നൈറ്റ് മോഡിൽ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ K20 Pro നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ക്യാമറയെക്കുറിച്ചും അതിൻ്റെ വ്യക്തത, നൈറ്റ് മോഡിലൊക്കെ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഇത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് എന്നിരുന്നാൽ പോലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. ഇനി നമുക്ക് പറയേണ്ടതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഫിംഗർ പ്രിൻറ്റ് അണ്ടർ ഡിസ്പ്ലേ ആണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് അത് പെർഫോം ചെയ്യുന്നത്. അതിലൊക്കെ എന്തായാലും K20 Pro നല്ലൊരു മികവ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇനി ബാറ്ററിയെക്കുറിച്ച് പറയുന്നത് 4000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാസ്റ്റ് ചാർജിങ് ബാറ്ററി 227 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും നമുക്ക് അവൈലബിൾ ആണ്. അതെന്തായാലും നമുക്ക് എത്ര സമയമാണ് ചാർജ് ചെയ്യാനൊക്കെ ലഭിക്കുക എന്നുള്ള കാര്യം ഞാൻ എന്തായാലും ഇതൊന്ന് 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഹാങ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നതൊക്കെ നമുക്കറിയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കാം.